നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ചെറിയൊരു ട്രിക്കാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിക്കാണ്. പല ആളുകൾക്കും അറിയായിരിക്കും. നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അറിയാത്ത ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അറിയാത്ത ആളുകൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ട്രിക്ക് ഞാൻ കാണിച്ചിട്ട് ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. നമ്മൾ പല ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട് ഓരോ വെബ്സൈറ്റുകൾ. പലപ്പോഴും ചില വെബ്സൈറ്റുകളൊക്കെ നമ്മൾ അധിക സമയം ആവശ്യമുള്ളതായിരിക്കും. അതായത് എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഇതുപോലെ ജസ്റ്റ് സെർച്ച് ചെയ്ത് ക്ലിക്ക് ചെയ്യും. പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് എനിക്ക് വീണ്ടും വേണം, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സമയം നമ്മൾ ഇതുപോലെ ഗൂഗിൾ ആ ഒരു വെബ്സൈറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും മുകളിൽ ഈ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണും, അതുപോലെ തന്നെ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് കാണും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്നാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഈ ക്രിയേറ്റ് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മെസ്സേജ് മൊത്തം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പിന്നെ ഇതെന്താണെന്ന് പിന്നീട് ഓർമ്മ വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണെങ്കിൽ അത് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര്, ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ എന്ത് പേരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. പിന്നെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ആപ്പുകളുടെ ഇടയിലേക്ക് വരിക. ഇവിടെ ഏറ്റവും അവസാനത്തിൽ കാണാം, ഇതാ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം ഇവിടെ കാണാനുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ അതിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ തവണയും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റ് ഫുൾ ടൈം ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട. ജസ്റ്റ് ആഡ് ഹോം സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്താൽ മതി. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ഗൂഗിൾ ക്രോമിലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ക്രോമിലൊക്കെ നമ്മൾ അത്തരത്തിൽ ആഡ് ഹോം സ്ക്രീൻ സെറ്റ് ചെയ്യാറുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ വായിക്കുന്ന ആളുകളുണ്ടാവും. അത് വായിച്ച് പൂർത്തിയായിട്ടുണ്ടാവില്ല. പക്ഷേ ഓരോ സമയം അതിങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ആഡ് ഹോം സ്ക്രീനിലേക്ക് മാറ്റിയാൽ നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനകത്ത്, നമ്മുടെ ഈ സ്ക്രീനകത്ത് ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണും, ആ ഒരു ഐക്കൺ കാണും. ജസ്റ്റ് ക്ലിക്ക് കൊടുത്ത് നേരെ അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.